അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ സൂചിപ്പിച്ചതും വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു സംഭവമാണ് മരണവും അതിനുശേഷമുള്ള ജീവിതവും ആയതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ നാളത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോ ശരീരവും ചിന്തിക്കട്ടെ എന്ന് ഒരായത്തിൽ പറയുമ്പോൾ, നാളെ ഒരു മനുഷ്യൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടാൻ പോകുന്നത് എന്നും ഒരാൾക്കും അറിയില്ല എന്ന മുന്നറിയിപ്പുകൾ നിരവധി ആയത്തുകളിലൂടെ അല്ലാഹു നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ച ഓരോ ജീവജാലവും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും നാളെ തനിക്ക് മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പരലോകമുണ്ട്, ഖബർ ജീവിതമുണ്ട്, അതുപോലെ വിചാരണയുണ്ട് തുടങ്ങിയ വിശാലമായ ചിന്താഗതികളാണ് പരിശുദ്ധ ഖുർആൻ ഓരോ മുസ്ലിമിൻ്റെ മുന്നിലും വെക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഭൂമി ലോകത്ത് ജനിക്കുന്ന അത് മനുഷ്യനായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും മറ്റേത് ജീവിയായാലും അതിനെല്ലാം ഒരു നാശമുണ്ട്. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാ ഓരോന്നിൻ്റെ മേലും നാശമുണ്ട്. മുമ്പ് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ദിനേന എന്നോണം നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബത്തിലുള്ളവർ, നാട്ടുകാർ, അയൽവാസികൾ എന്നിങ്ങനെ പലരും മരിക്കുന്നതായി നാം കാണുന്നു. അവരുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ചെയ്യാറുണ്ടെങ്കിലും നമുക്കും ഇതേ ഒരവസ്ഥ വരാനുള്ളതാണ് എന്ന ചിന്താഗതി വളരെ കുറവാണ്. ഒരു വ്യക്തി ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല പ്രാധാന്യം, അവൻ ജീവിച്ച കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നതിനാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി
പറയുന്ന ഒരു ചരിത്രം. അദ്ദേഹത്തിന് ഭൂലോക ചക്രവർത്തി സ്ഥാനവും മറ്റുമെല്ലാം കിട്ടി വലിയ സമ്പന്നനും വലിയ ചക്രവർത്തിയുമായ സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിനൊരാഗ്രഹം, കാലാകാലം ഭൂമിയിൽ ജീവിക്കണം. ആയതിനു വേണ്ടി അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാമിനോ എന്ന മലക്കിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പാത്രത്തിൽ വെള്ളവുമായി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് സ്വർഗത്തിലുള്ള മാഉൽ ഹയാത്ത് എന്ന് പറയുന്ന ജീവജലമാണ്. ഇത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ രോമമുള്ള ചെമ്മരിയാടിൻ്റെ ശരീരത്തിൽ എത്രമാത്രം രോമങ്ങളുണ്ടോ അതിന് ഒരു രോമത്തിന് 1 വർഷം എന്ന കണക്കിൽ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്ന് പറയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ പ്രജകളോടൊക്കെ അതിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും വിളിച്ചു കൂട്ടി ഈ മാഉൽ ഹയാത്ത് കുടിക്കുന്നതിനെ പറ്റി അഭിപ്രായം ചോദിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഭരണം വളരെ നല്ലതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജകളായ പക്ഷികളും മൃഗങ്ങളും മറ്റു മനുഷ്യരും എല്ലാവരും പറഞ്ഞു, ശരി നിങ്ങൾ കുടിക്കണം, നിങ്ങൾ അത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുമല്ലോ, അപ്പം നിങ്ങൾ നല്ലൊരു രാജാവായതുകൊണ്ട് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് അത്രയൊക്കെ കാലം കിട്ടുമല്ലോ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭിപ്രായം പറയാൻ വന്നത് മുള്ളൻ പന്നി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളിത് കുടിക്കുന്നതിനെ എതിർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എതിർക്കുന്നത്? ബാക്കി എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ. അപ്പോൾ അദ്ദേഹം ആ മുള്ളൻ പന്നി പറഞ്ഞത്, നിങ്ങൾ ഈ ആടിൻ്റെ രോമം എണ്ണിയാൽ എന്തായാലും തീരും. ഒരു രോമത്തിന് 1 വർഷമായാലും ഏതെങ്കിലും ഒരു കാലത്ത് കഴിയുമല്ലോ. അത് കഴിയുന്ന സമയത്ത് നിങ്ങൾ മരിക്കണമല്ലോ. മരിച്ചാൽ ബാക്കിയുള്ള ഇതൊക്കെ നിങ്ങൾക്കും ഉണ്ടല്ലോ, ഈ കബറും വിചാരണയും പരലോകമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നു എന്നതല്ല പ്രധാനം. നിങ്ങൾ ഒരു ദിവസം മുമ്പേ അത്രയും നേരത്തെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് പോകേണ്ടതാണ് നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. അതുപോലെ മരണത്തിൻ്റെ കാര്യം നിരവധി സംഭവങ്ങൾ. ഒരു സദസ്സിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന സമയത്ത് വലിയ സദസ്സാണ്. അപ്പോൾ അവിടെ ഈ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുക, അന്ന് മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ തുറിച്ച് നോക്കിയ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ഇയാൾ ഈ സദസ്സ് പിരിഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരാൾ എന്നെ വളരെ സസൂക്ഷ്മം തുറിച്ച് നോക്കുന്നത് കണ്ടു, അതാരാണ് ആ തുറിച്ച് നോക്കിയ ആളെന്ന് ചോദിച്ചു. അപ്പം ദാവൂദ് നബി പറഞ്ഞു കൊടുത്തു, അത് അസ്രായിൽ എന്ന് പറയുന്ന റൂഹിനെ പിടിക്കുന്ന മലക്കാണ്. അപ്പോൾ എന്തിനായിരിക്കും എന്നെ തുറിച്ച് നോക്കിയിട്ടുണ്ടാവുക? അതെനിക്കറിയില്ല, ഞാൻ റൂഹിനെ പിടിക്കാനായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്നെ ഏതെങ്കിലും ഇവിടുന്ന് കോടാനുകോടി കിലോമീറ്ററുകൾ പോയാൽ എത്തുന്ന ഏതെങ്കിലും ഒരു ദ്വീപിലോ കരയിലോ എവിടെയെങ്കിലും എത്തിക്കണം എന്ന് അയാൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം അവിടുന്ന് 1000കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തുള്ള ഒരു ദ്വീപിൽ ഈ മനുഷ്യനെ കൊണ്ടുവിടുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ അസ്രായിൽ അലൈഹി സ്വലാം ദാവൂദ് നബിയുടെ സദസ്സിലെത്തിയപ്പോൾ ദാവൂദ് നബി അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ, നിങ്ങൾ എന്തിനാ ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന മനുഷ്യനെ തുറിച്ച് നോക്കിയത്? അപ്പോൾ അസ്രായിൽ പറഞ്ഞു കൊടുത്തു, ഈ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത് ഇവിടുന്ന് 1000കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു ദ്വീപിൽ വെച്ച് റൂഹിനെ പിടിക്കണമെന്നാണ് എൻ്റെ അടുത്ത് ലിസ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അയാളിതാ നിങ്ങളുടെ സദസ്സിലിരിക്കുന്നു. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് അവിടെ എത്തുക, എങ്ങനെയാണ് അവിടെ എത്തിയിട്ട് റൂഹിനെ പിടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ അയാളെ തുറിച്ച് നോക്കിയത്
പിന്നെ കറക്റ്റ് സമയമായപ്പോൾ അയാൾ ആ ദ്വീപിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് റൂഹിനെ പിടിക്കുകയും ചെയ്തു എന്ന് അസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത കഥയും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് കാര്യമായിട്ട് രോഗമൊന്നുമില്ല, ഞാൻ ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, എൻ്റെ അടുത്ത് ഒരുപാട് വയസ്സന്മാരുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് രോഗം ബാധിച്ചവരുണ്ട്, അവരൊക്കെ മരിച്ചു പോയിട്ട് എപ്പോഴെങ്കിലും അല്ലേ ഞാൻ മരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 50 വയസ്സായിട്ടേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഒരു 80-90 വയസ്സ് വരെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ 10-30 വർഷം കൂടി കഴിഞ്ഞിട്ടല്ലേ മരിക്കുകയുള്ളൂ എന്നുള്ള രൂപത്തിലൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. എങ്കിലും നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എപ്പോഴാണ് നമ്മുടെ ആയുസ്സിനെ കണക്കാക്കിയത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ഓരോരുത്തർക്കും അവനെ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു ഒരു ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല. ഒരു ജ്യോത്സ്യനും പ്രശ്നം വെച്ചറിയാനും ഒരു ഡോക്ടർക്കും അയാളുടെ ഏറ്റവും ലേറ്റസ്റ്റായ ടെക്നോളജി ഉപയോഗിച്ച് അറിയാൻ കഴിയാത്തതുമായൊരു കാര്യമാണ് ഇന്ന വ്യക്തി ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കുമെന്നത്. നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും നാളേക്ക് വേണ്ടി തയ്യാറെടുക്കണം. ഓരോ നിസ്കാര സമയത്തും കരുതണം, ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഓരോ നോമ്പിൻ്റെ സമയത്ത്, ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും ഇത് എൻ്റെ അവസാന ടൈമാണ്, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണ്. ഞാനിപ്പോൾ ളുഹർ നിസ്കരിച്ചു, അടുത്ത അസ്ർ നിസ്കരിക്കാൻ ഞാനുണ്ടാകുമോ? ഉറപ്പില്ല. അതുകൊണ്ട് ഈ ളുഹർ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഞാൻ അസ്ർ നിസ്കരിക്കുന്നു, മഗ്‌രിബിന് മുമ്പായി ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അസ്ർ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമാണ് എന്നതുപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സൽക്കർമ്മമാണ് എന്ന ബോധ്യത്തോടെ അത് പ്രവർത്തിച്ചു തീർക്കുക എന്നതാണ് മരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ മുന്നൊരുക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബക്കാർ, നാട്ടുകാർ, അയൽവാസികൾ മുതലായവരോടെല്ലാം സ്നേഹത്തോടെ വർത്തിക്കുക എന്നത്. നമ്മൾ പലരോടും വഴക്ക് കൂടാറുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കേണ്ടി വരാറുണ്ട്. ആ ദേഷ്യം പിടിച്ച് തെറ്റിയിരിക്കുമ്പോൾ ചിലപ്പം ദിവസങ്ങളോളമോ അല്ലെങ്കിൽ മാസങ്ങളോളമോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ മിണ്ടാതെ നടക്കാറുമുണ്ട് ചിലരൊക്കെ. അവർ ചിന്തിക്കണം, ഇവനോട് ഇപ്പം ഞാൻ തെറ്റി, ഇനിയിപ്പോൾ ഇവന് നന്നാകുന്നതിന് മുമ്പാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഒരാളെ ശത്രുതയോട് കൂടി മരിക്കേണ്ടേ എന്ന്. അതുകൊണ്ട് അയാളോട് പരമാവധി പൊരുത്തപ്പെടുവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളും ബാധ്യതകളും, നമ്മൾ ചെയ്താൽ ശ്രമിച്ചാൽ നടക്കുന്ന കടങ്ങളും ശ്രമിച്ചാൽ നടക്കാത്ത കടബാധ്യതകളും ഉണ്ടാവും. അപ്പോൾ ആ കടം വീട്ടാനുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റും, അള്ളാഹുവേ എൻ്റെ കടം വീട്ടുന്നതിന് ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നിൻ്റെ ഭാഗത്ത് നിന്നുകൂടിയുള്ളൊരു തൗഫീക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള അനന്തരാവകാശികൾ ആ കടങ്ങൾ വീട്ടുന്നതിനുള്ള സാഹചര്യം നീ ഒരുക്കണം എന്നെങ്കിലും നമുക്ക് കാരണം പറയാൻ പറ്റും. ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതെൻ്റെ അവസാനത്തെ പ്രവർത്തനമാണ് എന്ന രീതിയിലൂടെ മുന്നോട്ട് പോകണം. അതാണ് മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കം. അത്തരത്തിൽ ഒരുങ്ങിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന്, റാഹത്തായ മരണം പ്രാപിക്കുന്നതിന് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.